കുട്ടി സ്രാങ്ക് എന്ന് പറയുമ്പോൾ മമ്മൂക്ക അഭിനയിച്ച പടം, അതിൽ ഒരു നായിക ന്യൂഡായിട്ട് വെക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഒരു വലിയ രീതിയിൽ ചർച്ചക്ക് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ടായിരുന്നു. ആ സീൻ ചെയ്യുന്നതിന് മുമ്പ് മമ്മൂക്ക അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതും അതിനുള്ളൊരു ഇൻപുട്ട് കൊടുത്തത് എങ്ങനെയായിരുന്നു? സിനിമയിൽ ഈ പല രീതിയിൽ നമുക്ക് ഒരു പക്ഷേ അത് പുറവശത്തു നിന്ന് എടുത്തൊരു സീനാണ്. അതിനകത്ത് ഫ്രണ്ടൽ ന്യൂഡിറ്റി ഇല്ല. അത് മുഴുവൻ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ആ കുട്ടി. അപ്പം അത് വെൽ ഡ്രസ്ഡാണ്. മുമ്പിലെ പുരുഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അവിടെയൊക്കെ നമുക്ക് സാമാന്യ മര്യാദ, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് എത്തിക്കാൻ സാധിക്കും. അപ്പം മുടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു മെയിൽ റിലേഷൻഷിപ്പ് ഈ കാണുന്ന കാഴ്ച ഈ പറഞ്ഞ പോലെ അടുത്ത സീൻ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതാണ്. അപ്പം ഈ ബ്ലഡ് വരുന്നത് എത്ര കണ്ട് ശരിയായി, എത്ര കണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തി നന്നായി എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അത് ബ്ലഡ് വരുന്നത്. അപ്പം ക്രൈസിസ് അവിടെയും വന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരനത് തൂത്ത് കളഞ്ഞിട്ട്. അപ്പോൾ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ആ സീനിലേക്ക് ഇത് മറക്കാനുള്ളൊരു സൗകര്യം കൂടിയാണ്. ഈ സീനെക്കുറിച്ച് ഇതല്ല ഓർക്കേണ്ടത്, അതിനെ നമുക്ക് മറയ്ക്കാനുള്ള ഒരു ടൂളും കൂടിയാണ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്. അപ്പോൾ അത് എന്താണെന്ന് അതിലേക്ക് ആലോചിക്കുള്ളൂ. ഇപ്പം നമ്മൾ വളരെ ചെറിയൊരു കാര്യങ്ങൾ നമ്മുടെ മെമ്മറി സൂക്ഷിക്കുന്നത്, ഇപ്പം ഉദാഹരണമായിട്ട് രാത്രിയിൽ ഒരു ശബ്ദം കേട്ട് ഷാർപ്പായിട്ടൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടും. അതുപോലെ തന്നെ സിനിമയ്ക്കും ഈ ഒരു പല ഏരിയകളിലും നമുക്ക് ഗ്രാമാറ്റിക്കലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ശബ്ദം ഉപയോഗിക്കാം, ഒരു പക്ഷേ കാഴ്ചകൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഡയലോഗുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതെങ്ങനെ അതിൻ്റെ ഫ്ലോയെ നമുക്ക് ഏത് നിലയിൽ തിരിച്ചുവിടണം എന്നുള്ളത് റൈറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റിങ്ങിൽ തന്നെ അവിടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പെർഫോമർക്ക് അത് കുറേ കൂടെ ക്ലാരിറ്റി. അപ്പം മമ്മൂട്ടി അത് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മൾ പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, താൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ്റെ മുമ്പിൽ തൻ്റെ ന്യൂഡിറ്റി ഒരു ഇഷ്യൂ അല്ല, വേറെ ആളുകളിലേക്കല്ല പോയേക്കുന്നത്. അപ്പോൾ അയാളത് കണ്ടുകൊണ്ട് ആ കുട്ടിക്ക് ഒരു കുറ്റബോധമില്ല. അപ്പോൾ അത് വളരെ പെട്ടെന്ന് റൂം തുറന്ന് അയാളുടെ സ്വാതന്ത്ര്യം അയാൾ ഉപയോഗിച്ച് അകത്തേക്ക് കടക്കാനുള്ള ഒരു സന്ദർഭം അയാളുടെ കൂട്ടുകാരനെ കാണാൻ വന്നതാണ്. അപ്പോൾ അവിടെ കുറ്റബോധവും ഇല്ലാത്ത ഒരു സന്ദർഭം കൂടിയായിട്ട് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാം.